ബംഗളൂരു യലഹങ്കയിലെ 200ഓളം വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയ സംഭവത്തിലെ ഇരകൾക്ക് അതിവേഗ പുനരധിവാസം ഒരുക്കാൻ കർണാടക സർക്കാർ. യലഹങ്കയിലെ കുടുംബങ്ങളെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കും. സർക്കാർ അധികൃതരുടെ നേതൃത്വത്തിൽ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു. രാജീവ് ഗാന്ധി ഹൗസിംഗ് സ്കീമിൽ 180 ഫ്ളാറ്റുകൾ ബൈപ്പനഹള്ളിയിൽ നൽകാനാണ് തീരുമാനം. ആധാർ, റേഷൻ കാർഡ് അടക്കമുള്ള യഥാർത്ഥ രേഖകൾ ഉള്ളവർക്ക് മാത്രമായിരിക്കും വീടുകൾ നൽകുക. രാജീവ് ഗാന്ധി ഹൗസിംഗ് സ്കീം ഉദ്യോഗസ്ഥർ ഇന്നലെ കോളനിയിൽ എത്തി രേഖകൾ പരിശോധിച്ചിരുന്നു. ബൈപ്പനഹള്ളിയിൽ നിർമ്മാണം പൂർത്തിയായ 1200 ഫ്ളാറ്റുകളിൽ 180 എണ്ണമാണ് നൽകുക. ചർച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വൈകിട്ടോടെ പ്രഖ്യാപനം നടത്തിയേക്കും. ബംഗളൂരുവിലെ യലഹങ്കിലെ കോഗിലു ലേഔട്ടിലെ വിവാദമായ കുടിയൊഴിപ്പിക്കൽ നടപടിയിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഇടപെടലാണ് നിർണായകമായത്. വിഷയത്തിൽ CPM മുതലെടുപ്പിന് രംഗത്ത് വന്നതോടെ KC വേണുഗോപാൽ അതിവേഗം ഇടപെട്ട് രംഗത്ത് വന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമായും വേണുഗോപാൽ സംസാരിച്ചതിന് പിന്നാലെ ദ്രുതഗതിയിലുള്ള ഇടപെടലുമായിട്ടാണ് കർണാടക സർക്കാർ വന്നത്. കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങൾക്ക് അടിയന്തര പുനരധിവാസത്തിന് ദ്രുതഗതിയിലുള്ള ഇടപെടലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നടത്തിയത്. കഴിഞ്ഞ ദിവസം ശിവകുമാറുമായി സംസാരിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം പ്രവർത്തക സമിതി യോഗത്തിനായി ഡൽഹിയിലെത്തിയ സിദ്ധരാമയ്യയുമായി വേണുഗോപാൽ നേരിൽ കണ്ട് ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു. കുടിയൊഴിപ്പിക്കപ്പെട്ട എല്ലാവരെയും പുനരധിവസിപ്പിക്കും എന്ന് കർണാടക സർക്കാർ KC വേണുഗോപാലിന് ഉറപ്പു നൽകി. അനധികൃതമായ കയ്യേറ്റമാണ് ഒഴിപ്പിക്കുന്നതെങ്കിലും മനുഷ്യാവകാശങ്ങൾക്കും മാനുഷിക പരിഗണനകൾക്കും മുൻഗണന നൽകിക്കൊണ്ടാണ് ഇത്തരം നടപടി സ്വീകരിക്കേണ്ടതെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് കർണാടക ഭവനകാര്യമന്ത്രി സമീർ അഹമ്മദുമായി ഫോണിൽ സംസാരിച്ചു. ദുരിതബാധിതരെ അടിയന്തരമായി നേരിൽ സന്ദർശിക്കാനും അവർക്ക് ആവശ്യമായ അടിയന്തര സൗകര്യങ്ങൾ ഏർപ്പാടാക്കി നൽകാനും അദ്ദേഹം നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രിയുമായും ഉപമുഖ്യമന്ത്രിയുമായും കൂടിയാലോചിച്ച് കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് പകരം താമസ സൗകര്യം തന്നെ സജ്ജീകരിക്കുന്നതിനും അവിടേക്ക് അവർക്ക് മാറി താമസിക്കുന്നതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നടത്തണമെന്ന് മന്ത്രിയോട് വേണുഗോപാൽ നിർദ്ദേശിച്ചു. തുടർന്ന് മന്ത്രി ഇന്നലെ നേരിൽ പോയി ദുരിതബാധിതരെ സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായ പാർപ്പിട സൗകര്യങ്ങൾ സജ്ജീകരിച്ചു വരികയാണെന്നും അറിയിച്ചു. ഇതിന് പിന്നാലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉന്നതതല യോഗം വിളിക്കുകയും BPMB കമ്മീഷണർക്ക് കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് അടിയന്തര സഹായം എത്തിക്കാനുള്ള ഉത്തരവ് നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഇന്ന് മുഖ്യമന്ത്രി ബംഗളൂരിൽ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിനു ശേഷം കുടിയിറക്കപ്പെട്ടവർക്ക് പകരം താമസ സൗകര്യങ്ങൾ ഇന്ന് തന്നെ ഏർപ്പാടാക്കി നൽകാനാണ് നീക്കം. ഭവനകാര്യമന്ത്രി സമീർ അഹമ്മദ് ഖാൻ നേരിട്ടാകും ദുരിതബാധിതരെ പുതിയ ഭവനങ്ങളിൽ എത്തിക്കുക. 185 കുടുംബങ്ങൾക്ക് ഇന്ന് പുതിയ താമസ സ്ഥലത്തേക്ക് മാറാനാകുമെന്നാണ് കരുതുന്നത്. ഗ്രേറ്റർ ബംഗളൂരു അതോറിറ്റിയാണ് യലഹങ്ക കോഗിലു ഫക്കീർ കോളനിയിലെയും വസീം ലേഔട്ടിലെയും 300-ലേറെ വീടുകൾ മുന്നറിയിപ്പില്ലാതെ പൊളിച്ചു മാറ്റിയത്. ഖരമാലിന്യ സംസ്കരണത്തിനുള്ള ബംഗളൂരു സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ലിമിറ്റഡ് ഉദ്യോഗസ്ഥരും പോലീസ് മാർഷലും ചേർന്ന് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് വീടുകൾ പൊളിച്ചു മാറ്റുകയായിരുന്നു.